പ്രകടന പത്രികയിൽ 3 മുന്നണികളും പൊതുവായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവായ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്ന്, ക്ഷേമ പെൻഷൻ വർധനയാണ്. ക്ഷേമ പെൻഷൻ വർധന നമുക്ക് നമ്മുടെ സമൂഹം അത്രത്തോളം ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണികളുടെ പ്രഖ്യാപനത്തോട് വലിയ തോതിൽ ചേർന്ന് നിൽക്കുന്നു എന്നൊരു തിരിച്ചറിവായിരിക്കാം. 3 മുന്നണികളും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നത് പ്രധാനമാണ്. എത്രയാണ് ആ വർധനവ് എന്നത് കൂടി നമുക്ക് നോക്കാം. 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ വർധന 3000 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. UDFും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും വിതരണത്തിലെ കുടിശ്ശിക ഒഴിവാക്കുമെന്നും ഉറപ്പ് നൽകുകയാണ്. NDAയും ക്ഷേമ പെൻഷൻ വർധന എന്നുള്ളത് ക്ഷേമ പെൻഷൻ വർധനവിലൂടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇനി രണ്ടാമത്തേത്, ആധുനിക സാങ്കേതിക വിദ്യ. ഭരണരംഗത്ത് സുതാര്യത വർദ്ധിപ്പിക്കുക എന്നതിനു വേണ്ടി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമെന്ന് 3 മുന്നണികളും പറയുന്നു. അഴിമതി വിരുദ്ധവും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കാൻ AI അധിഷ്ഠിത സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് NDAയും LDFും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡാറ്റാ സുരക്ഷയും ഡിജിറ്റൽ സാക്ഷരതയും വർദ്ധിപ്പിക്കുമെന്ന് UDFും LDFും ഒരുപോലെ വ്യക്തമാക്കുകയാണ്. ഇനി നോക്കൂ, അടുത്തത് അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ്. അതിവേഗ റെയിൽ ശൃംഖല, മെട്രോ റെയിൽ വിപുലീകരണം, സ്മാർട്ട് റോഡുകൾ എന്നിവ 3 മുന്നണികളുടെയും പ്രധാന വാഗ്ദാനങ്ങളായി മുന്നോട്ട് വയ്ക്കുകയാണ്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ നടപ്പിലാക്കുമെന്ന് LDFും UDFും പറയുന്നു. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട പൂർത്തീകരണമൊക്കെ മുന്നണികൾ ലക്ഷ്യമിടുകയാണ്. ഇനി അടുത്തത് ആരോഗ്യ പരിരക്ഷയാണ്. സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് എല്ലാവരും ഉറപ്പു നൽകുകയാണ്. LDF ചികിത്സാ പരിധിയില്ലാത്ത സാർവത്രിക ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുമ്പോൾ UDF നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ ആനുകൂല്യവും വർദ്ധിപ്പിക്കാനുള്ള ഒരു വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കും എന്നുള്ളതാണ് NDA വാഗ്ദാനം ചെയ്തത്. LDF അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ലഹരിമുക്ത കേരളം എന്ന സന്ദേശം പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് മുന്നണികൾ. ലഹരിക്കെതിരെയുള്ള പോരാട്ടം 3 മുന്നണികളുടെയും പ്രകടന പത്രികയിലുണ്ട്. ലഹരിമുക്ത ക്യാമ്പസുകളും സംസ്ഥാനവും NDA ലക്ഷ്യമിടുമ്പോൾ വിമുക്തി മിഷൻ ശക്തിപ്പെടുത്തുമെന്ന് LDFും ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനുകൾ നടത്തുമെന്ന് UDFും പറയുകയാണ്. ഇനി അടുത്തത് എന്താണ്? കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അത് തൊഴിലവസരമാണ്. തൊഴിലവസരം കൂട്ടുമെന്ന് 3 മുന്നണികളും ഉറപ്പു നൽകുകയാണ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമെന്ന് 3 മുന്നണികളും വാഗ്ദാനം ചെയ്യുന്നു. IT മേഖലയിലും നവീന വ്യവസായങ്ങളിലും നിക്ഷേപം ആകർഷിക്കുമെന്നും നൈപുണ്യ പരിശീലനം നൽകുമെന്നും മുന്നണികൾ പറയുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീയും മറ്റ് സ്വയം സഹായ സംഘങ്ങളും ഉപയോഗിക്കുമെന്ന് LDFും UDFും വ്യക്തമാക്കുകയാണ്. അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഉറപ്പു നൽകുകയാണ് മുന്നണികൾ. അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം പൂർണ്ണമായി മുക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചൊരു സർക്കാരാണ് ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി അടുത്ത ഘട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് LDFും NDAയും വാഗ്ദാനം ചെയ്യുന്നു. ദരിദ്ര കുടുംബങ്ങൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സേവനങ്ങളും എത്തിക്കുമെന്ന് UDFും ഉറപ്പു നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്ത വാഗ്ദാനം. അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കാൻ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വഴി പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നതാണ് LDFിന്റെ വാഗ്ദാനം. സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ GPS ഉൾപ്പെടെയുള്ള സ്മാർട്ട് സേഫ്റ്റി നെറ്റ്വർക്ക് ഒരുക്കും. സ്നേഹസ്പർശം പോലെയുള്ള പ്രത്യേക സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് UDF പറയുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സീറോ ടോളറൻസ് നയം സ്വീകരിക്കുമെന്നും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും NDAയുടെ വാഗ്ദാനം. ഇനി ടൂറിസം വികസനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അല്ലെ? ടൂറിസം മേഖലയുടെ വിപുലീകരണവും പരിസ്ഥിതി സൗഹൃദ ടൂറിസവും 3 മുന്നണികളും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്തരവാദിത്ത ടൂറിസം വഴി പ്രാദേശിക വികസനം ഉറപ്പാക്കുമെന്ന് LDFും UDFും ഒരുപോലെ പറയുന്നു. ഇനി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത്? കാർഷിക വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന നയം സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു LDF. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായും നെല്ലിന്റേത് 35 രൂപയായും നാളികേരത്തിന്റേത് 45 രൂപയായും ഉയർത്തുമെന്ന വാഗ്ദാനമുണ്ട്. റബ്ബർ താങ്ങുവില 300 രൂപയാക്കുമെന്ന് UDFും പറയുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ പ്രത്യേക പദ്ധതികളും കുറഞ്ഞ പലിശയിൽ വായ്പകൾ നൽകുമെന്നും UDFിന് വാഗ്ദാനമുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഓരോ വർഷവും 5% വാർഷിക വർധനയും വാഗ്ദാനം ചെയ്യുന്നു NDA. എല്ലാ അർഹമായ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കുമെന്നും NDA പ്രകടന പത്രികയിലുണ്ട്. നോക്കൂ, സ്ത്രീ സുരക്ഷയാകട്ടെ, അടിസ്ഥാന സൗകര്യ വികസനമാകട്ടെ, ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും മുന്നേറ്റമാകട്ടെ, ഇങ്ങനെ 3 മുന്നണികളും വാഗ്ദാനത്തിന്റെ പെരുമഴയാണ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാവുകയാണ്.